السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. نعيب زماننا والعيب فينا وما لزماننا عيب سوانا ونهجو ذا الزمان بغير ذنب ولو نتقى الزمان لنا هجانا وليس الذئب يأكل لحم ذئب ويأكل بعضنا بعضا عيانا. وعلى محمد سيدنا مولانا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, അഭിവന്ദരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുബാറക്കായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഈ വിശുദ്ധമായ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെയും ഈ ദിവസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ അർത്ഥവത്തായ രീതിയിൽ നാം ഏൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അത് ഒരു തവണയല്ല, പലതവണയായി. നമ്മുടെ മഖാമിന്റെ സിയാറത്ത് മുതൽ അവിടുത്തെ ഉപ്പാപ്പമാരുടെ പിതാവ് ഉൾപ്പെടെയുള്ള ഉപ്പാപ്പമാരുടെ പരമ്പര ചൊല്ലിയിട്ട് അവസാനം വരെ പ്രിയപ്പെട്ടവരെ ഹൃദയബന്ധിതമായി നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദുആയിനെ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ടവർക്കും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു സമാപനം എന്ന നിലക്ക് ഇനി നമുക്കല്പം ദുആ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ സംവിധാനം അത് വളരെ വിശാലമായി വികാസം പ്രാപിച്ചതോടുകൂടെ ആർക്കും എന്തും എങ്ങനെയുമാവാമെന്ന ദുരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ വന്നു ചേർന്നിട്ടുള്ളത്. സംസ്കാരമെന്നും മാന്യതയെന്നുമൊക്കെ നമ്മൾ ആദരവോടുകൂടെ വിളിച്ചിരുന്ന പല കാര്യങ്ങൾക്കും മൂല്യങ്ങൾക്കും മൂല്യച്യൂതി സംഭവിക്കുകയും അതിന്റെ അതിർവരമ്പുകൾ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഉൾക്കൊള്ളുകയാണ്. എത്രയോ ഉദാഹരണങ്ങൾ ഈ വിഷയമായി നമുക്ക് പറയാൻ കഴിയും. സ്ത്രീയും പുരുഷനും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പാലിച്ചിരുന്ന വസ്ത്രധാരണത്തിലെ മാന്യത വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല,
മൈ ബോഡി, മൈ ചോയ്സ്, മൈ ഫ്രീഡം, എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാർ പോലും എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. റീൽസിനും പബ്ലിസിറ്റിക്കും വേണ്ടി എന്ത് പറയാനും നാണമില്ലാത്ത സമൂഹം, പച്ചക്ക് തെറി പറയുന്നവരോടുകൂടെ പൊതുസമൂഹത്തെ വിളിച്ചു കൂട്ടിയിട്ട് 10,000 ഒരുമിച്ച് കൂട്ടി പച്ചക്ക് തെറി പറയുന്നവർ, അവരാരാധനയോടുകൂടെ കാണുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ദ്വയാർത്ഥത്തോടുകൂടെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പിറകെ സഞ്ചരിക്കുന്ന ചിലർ, ഇങ്ങനെ നോക്കിയാൽ തിന്മ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ആ തിന്മ പരസ്യമായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തിന്മ ചെയ്യുന്നതിൽ, പരസ്യമായി ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹം. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തെ കുറിച്ച് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ട് 14 മുമ്പ് മുന്നറിയിപ്പ് നൽകി എന്ന് മാത്രമല്ല, ഇങ്ങനൊരു കാലഘട്ടം സംജാതമായാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിൽ, അവിടുത്തെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം, കുന്തു ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പരിശുദ്ധ പ്രവാചകന്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. ഫഖാമ ഫതം മിനൽ അൻസാർ, ആ സമയത്ത് മദീന നിവാസിയായ ഒരു ചെറുപ്പക്കാരൻ സദസ്സിൽ നിന്നെണീറ്റു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പരിശുദ്ധ പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സത്യവിശ്വാസി, ഈമാനിന് കരുത്തുള്ള വിശ്വാസി ആരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്സനുഹും ഖുലുഖാ, അഹ്സനുഹും ഖുലുഖാ, അവരിൽ സൽസ്വഭാവമുള്ളവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകര് പറഞ്ഞ ആ പരിശുദ്ധമായ വചനത്തിന്റെ പൊരുൾ എത്ര മാതൃകാപരമാണ്, വിശാലമാണ്. എത്ര യോഗ്യതയുള്ളയാളാണെങ്കിലും ഇല്ലാത്തയാളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് ആളുകളിലേക്ക്, ആളുകളെ, മനുഷ്യരെ അടുപ്പിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരിലേക്ക് അടുപ്പമുണ്ടാക്കി തരുന്നത് നമ്മുടെ സൽസ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം ചീത്തയായി പോയാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പോലും, നിർബന്ധിത ഘട്ടത്തിൽ നമ്മളെ ഇഷ്ടപ്പെടേണ്ടി വന്നവർ പോലും മനസ്സുകൊണ്ട് നമ്മളെ വെറുക്കുന്ന സാഹചര്യമുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും സഹാബി ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന ഖിയസു യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവർ ആരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഞാൻ നാളെ മരിക്കേണ്ടവനാണ്, അടുത്ത നിമിഷം മരിക്കേണ്ടവനാണ്. ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ വസ്തു മുതൽ വലിയ വസ്തു വരെ ഉള്ളതിന് മുഴുവനും ഗ്യാരണ്ടിയുണ്ട്, സമയപരിധിയുണ്ട്. പക്ഷെ എനിക്ക് മാത്രം അതില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നിലക്ക് മരണത്തിന്റെ ഓർമ്മയിൽ മുന്നോട്ടു പോകുന്നവനാണ്. മരണം അവനെ തേടി വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങിയവനാണ്. മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയ ആളാണ് ബുദ്ധിയുള്ളയാൾ. ഇവരാണ് ബുദ്ധിമാന്മാരെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈടി തേടി വരുമെന്ന ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബിസിനസ് സംബന്ധിയായി നമുക്ക് കൃത്യമായ സൂക്ഷിപ്പുകൾ ആവശ്യമായി വരുമ്പോൾ, വരുന്നിടത്ത് കാണാമെന്ന് വിചാരിച്ചു മുന്നോട്ട് പോകുന്നവനെ ഒരിക്കലും ബുദ്ധിയുള്ളവനെന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പടച്ചത് മുതൽ റബ്ബിന്റെ ഈടിയുണ്ടല്ലോ. ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ
അലൈഹിസ്സലാം നമ്മളെ പിന്തുടരുകയാണ്. ഇന്നും അസ്രായീൽ നമ്മളെ നോക്കിയിട്ടുണ്ട്, ഇന്നലെയും നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നാളെയും നമ്മളെ നിരീക്ഷിക്കും പ്രിയപ്പെട്ടവരെ അസ്രായീൽ. അപ്പൊ ഏത് സമയവും നമ്മളെ പിടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ അതിനു വേണ്ടി ഒരുങ്ങുക, ചിന്ത സൂക്ഷിക്കുക. ഇവനല്ലേ യഥാർത്ഥമായ ബുദ്ധിയുള്ളവൻ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. തുടർന്ന് അവിടുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് നമ്മുടെ വിഷയം. ഫഖബല അലൈനാ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ ഞങ്ങളിലേക്ക് മുന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, അല്ലയോ മക്കക്കാരായ വിശ്വാസികളെ, ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്ത്, ഒരു സമൂഹത്തിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അത് വെളിവാകുകയില്ല. ഹത്താ യുഅ്ലിനൂ ബിഹാ, അതുകൊണ്ട് അവർ പരസ്യപ്പെടുത്തുന്നത് വരെ അത് അഭിമാനകരമായി കാണുന്നൊരു കാലം വന്നാൽ ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ, അവരിൽ തീർച്ചയായും പകർച്ചവ്യാധികൾ ഉണ്ടാകും, അത് പടർന്ന് പിടിക്കും. ഓരോ രോമത്തിലും ശക്തമായ വേദന നൽകുന്ന മഹാമാരികൾ അവരിൽ പടർന്ന് പിടിക്കും. സഹാബത്തെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം, എങ്ങനെയുള്ള രോഗങ്ങളാണ്, വേദനിക്കുന്ന രോഗങ്ങളാണ്, പകർച്ചവ്യാധികളാണ്. അവരുടെ മുൻഗാമികൾക്ക് ഒരിക്കലും അങ്ങനെയുള്ളത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ നിലക്ക് മഹാമാരികൾ, ആ നിലക്ക് പകർച്ചവ്യാധികൾ, മാരകമായ രോഗങ്ങൾ അവരെ പിടികൂടും. സഹാബാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യങ്ങളാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഒന്ന് മോശപ്പെട്ട കാര്യങ്ങൾ, എല്ലാ അതിരുകളെയും ഭേദിച്ചുകൊണ്ട് പുറംകടന്നുകൊണ്ട് അത് പരസ്യ പ്രകടനത്തിന്റെ ഭാഗമായി തീരും. അൽ ഫുഹ്ശു മഅദുമ ഖുബുഹു ഫിൽ മിനൽ അഫ്ആലി വൽ അഖ്വാൽ, മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഹ്ശിനെ വിശദീകരിക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും അത്രമേൽ മോശപ്പെട്ടതില്ല, അത് പരസ്യമായ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ +1-നും +2-നും SSLC-ക്കും ഒക്കെ ചേർത്തി പഠിപ്പിക്കുകയാണ്. സുബ്ഹാന ജല്ല വഅല, എല്ലാം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ സാമൂഹ്യപരമായ ഇടപെടലുകൾ, അവരുടെ ധാർമ്മികമായ ബോധം അവരിലുണ്ടോ എന്ന് നിതാന്തമായി നിത്യമായി നമ്മൾ പരിശോധിച്ചു കൊടുക്കണം. ക്ലാസിന്റെ ഇടവേളകളിൽ ഭാര്യ ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ തല തന്റെ മടിയിലേക്ക് വെച്ച് കിടത്തുന്നു. ആരെയാണ് പ്രായപൂർത്തിയായ പെൺകുട്ടി, നമ്മുടെ പെൺകുട്ടി, നമ്മുടെ മോള്, പ്രായപൂർത്തിയായ ചെറുപ്പക്കാരെയാണ് അവരുടെ തലയിലെ പേനെടുത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തി സമൂഹം പ്രിയപ്പെട്ടവരെ? നമുക്കുണ്ടായിരുന്ന ഒരു ലജ്ജയുടെ മറയുണ്ടായിരുന്നു, അത് ഉമ്മത്ത് മുസ്ലിമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ലോകത്തിന് യൂറോപ്പിന്റെ സംസ്കാരം ഈ ഉമ്മത്ത് സ്വീകരിച്ചു. വളരെ ഗൗരവപ്പെടണം. പലപ്പോഴും ഇന്ന് കാണുന്നത് ഒരു ഹറാമായ പ്രവർത്തനം നമ്മൾ കണ്ടാൽ, അത് ഉച്ചത്തിൽ പറഞ്ഞാൽ, ഒരു മോശപ്പെട്ട പ്രവർത്തനം പറഞ്ഞാൽ അത് അശ്ലീലതയാണ്, അത് പറയാൻ പാടില്ലാത്തതാണ്. ഒരു മോശപ്പെട്ട കാര്യം കാണട്ടെ, അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതൊരാൾ പറയുന്നതാണ് ഇന്ന് അശ്ലീലത, അത് ചെയ്യുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുമ്പൊക്കെ ഒരു വീട്ടിൽ വിവാഹം കഴിഞ്ഞാൽ തന്റെ ഉപ്പയുണ്ട്, തന്റെ ഉമ്മയുണ്ട്, ഭർത്താവിന്റെ അനുജന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, മറ്റുള്ളവരുണ്ട്. പരസ്യമായി തങ്ങളുടെ പ്രൈവറ്റ് റൂമിന്റെ പുറത്ത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവും ഒന്ന് ചിരിക്കാൻ പോലും മടി കാണിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 മുമ്പ് പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്, ആ കാലം വന്നാൽ അവർ തെറ്റുകൾ പരസ്യപ്പെടുത്തുമെന്ന് മാത്രമല്ല, അത് പരസ്യപ്പെടുത്തുന്നതിൽ അഭിമാനം കാണുകയും അതിനെതിരെ പറയുക, പ്രസംഗിക്കുക, അതിനെതിരെ പ്രതികരിക്കുക, അത് മോശപ്പെട്ട പണിയായി ഗണിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വരും. അങ്ങനെ വന്നാൽ ഇല്ലാ ഫശാ ഫീഹിം, അവരിൽ
മാറാരോഗങ്ങൾ, നിപ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. മണ്ണാർക്കാട് താലൂക്കിന്റെ ഒക്കെ വിവിധ ഭാഗങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു കോവിഡ് പോലെ. അല്ലാഹുവേ, ആ മഹാമാരിയെ തൊട്ട് കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷിക്കണം. നമ്മളിത് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോ ഒരു എലിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ ശരീരം ദ്രവിച്ചു പോയാൽ അതിന്റെ സ്മെല്ലൊരിക്കലും സഹിക്കാൻ കഴിയൂലല്ലോ. അതിന്റെ അണുപ്രസരണം വളരെ വലുതാണല്ലോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, മനുഷ്യന്റെ ശരീരത്തിൻ്റെത് പറയുകയും വേണ്ട. ജീവൻ നഷ്ടപ്പെട്ടത് എലിക്കാണ്, ദ്രവിച്ചുപോയത് എലിയുടെ ശരീരമാണ്. അത് അവിടെ അവസാനിക്കുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ താല്പര്യം. നമ്മൾ നല്ലവരാണ്, നമ്മൾ നേരാമണ്ണം ജീവിക്കുന്നു, നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലും കഴിയുന്നില്ല. അത് വലിയ അപജയമാണ്, പരാജയമാണ്. ആ പരാജയത്തിലേക്ക് നമ്മളെയും ചേർക്കപ്പെടുമെന്നാണ് ഹബീബായ തങ്ങളെ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ലോകത്തിന്റെ വേറെ ഏതോ ദിക്കിലുള്ള മനുഷ്യന്മാരെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ നമ്മൾ ധരിക്കല്ലേ ഹബീബിങ്ങളെ. നമ്മുടെ മൂല്യങ്ങളിലും കൃത്യമായ ജീവിതശൈലികളിലും ധാർമ്മികമായ ഇടിവ് വന്നു പോയിട്ടുണ്ട്. ശോഷണം വന്നു പോയ, മൂല്യം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന് ഒരിക്കലും പുനരുദ്ധരിക്കാനോ വിജയം വരിക്കാനോ കഴിഞ്ഞ ചരിത്രം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. ആർക്കും ആരോടും എന്തും പറയാം. മക്കളെ പരസ്യമായി തെറി വിളിക്കുന്ന മാതാപിതാക്കളെ കൈ ചൂണ്ടുന്നതല്ല, മാതാപിതാക്കളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന മക്കള്. ഇതൊക്കെ സാധാരണയായി നടന്നു വരുന്ന സംഭവങ്ങളാണ്. അത് തെക്കൻ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ അല്ല, നമ്മുടെ മലബാർ ഏരിയയിൽ തന്നെ, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ വളരെ കൃത്യമായി ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആർക്കും എന്തും പറയാം. അതിന് നമ്മൾ പറയുന്ന ന്യായം, കാലം മോശാണ്, മക്കളെ സൂക്ഷിക്കണം, കാലം മോശാണ്. കാലത്തിനൊരു മോശമല്ല പ്രിയപ്പെട്ടവരെ, മോശം സംഭവിച്ചു പോയത് നമുക്കാണ്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബു സിവാനാ. നഈബു സമാനനാ, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സമൂഹത്തിന്റെ തെറ്റുകളെ കാലത്തിനടിച്ചേൽപ്പിക്കുകയാണ്. കാലം ചീത്തയായതാണെന്നാ പറയുന്നത്. പക്ഷെ കാലത്തിനൊരു അയ്ബുമില്ല. സകലമാന കുറവുകളും ന്യൂനതകളും വന്നുപോയത് നമ്മളിലാണ്. 2025 വന്നുപോയ തെറ്റെന്താണ്? അയ്ബെന്താണ് പ്രിയപ്പെട്ടവരെ? ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുപോയി എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ധാർമ്മികമായ മൂല്യം കൃത്യമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രത്തോളം പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതയില്ല. പക്ഷേ നമ്മളെ പോലെ അത് ഇടിഞ്ഞു പോയൊരു സമൂഹത്തെയും ഇന്ന് നമുക്ക് കാണാൻ പറ്റൂല. അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാലത്തിനല്ല കുഴപ്പം, നമ്മൾ കാലത്തായി പോയി എന്നതാണ്. ഒരു കുറ്റവുമില്ലാത്ത കാലത്തെ നമ്മൾ ഇങ്ങനെ ആക്ഷേപിക്കും. കാലത്തിനെങ്ങാനും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് തിരിച്ചു ചോദിച്ചേനെ, നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കാൻ എന്ത് അവകാശമാണുള്ളത് എന്ന്. ചെന്നായ ഒരിക്കലും ചെന്നായയുടെ കബീലയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ജീവിയുടെ മാംസം ഭക്ഷിക്കാറില്ല. ഒരു ചെന്നായെ കൊന്നിട്ട് അതിന്റെ മാംസം ഒരിക്കലും ഭക്ഷിക്കാറില്ല. നമ്മൾ നേർക്ക് നേരെ സഹജീവികളുടെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊന്നു തിന്നാനും ഇന്ന് മടിയില്ല. ഗീബത്തും നമീമത്തും അത് നമ്മുടെ ഔറാദിന്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണർച്ചയില്ല, നമുക്ക് ഉച്ചയില്ല, നമുക്ക് അസറുമില്ല, മഗ്രിബിയുമില്ല, ഇശാവുമില്ല.
പള്ളിയിലേക്ക് ഇന്ന് ജമാഅത്തിന് വന്നിട്ട് പള്ളിയുടെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ആ പറയുന്ന ഗീബത്തും നമീമത്തും ആലോചിച്ചാൽ ജമാഅത്തിന് വരാതിരിക്കുന്നതിനാണ് കൂടുതൽ കൂലി. അങ്ങനെയാണ് 27 ദറജ കൂലി എന്ന് പറയുന്നത് 4 റക്അത്ത് നിസ്കാരത്തിനല്ല. അത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമുണ്ട്. ബഹുമാനപ്പെട്ട ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചെന്നായ ചെയ്യാത്ത പണി നമ്മൾ ചെയ്യുന്നുണ്ട്. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ആഖിറം അറിയാതെ കച്ചവടം ചെയ്യുകയാണ്, ആഖിറം വിറ്റുകൊണ്ടിരിക്കുകയാണ്, ലാഭം മറ്റൊരാൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ മുഴുവനും. അതാണ് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, നഈബു സമാനനാ വല്ലഈബു ഫീനാ. അതുകൊണ്ട് കാലത്തിന് നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും കുറ്റം മുഴുവനും നമുക്കാണ്. കാലം എത്ര ഗമിച്ചാലും അത് കഴിഞ്ഞതാവട്ടെ, എടിയാവട്ടെ, ബിസി ആവട്ടെ, ഇനി അതിനപ്പുറമുള്ളതാവട്ടെ, വരാനിരിക്കുന്നതാവട്ടെ, ഇല്ല, കാലത്തിനൊരു കുഴപ്പവുമില്ല. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. മുതിർന്നവർക്ക് ഇന്ന് സ്ഥാനമേ ഇല്ല, അവരുടെ വാക്കുകൾക്ക് ഇന്ന് വിലയേ ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലൊക്കെ പറ്റിപ്പോയ അപജയം എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി എന്നതാണ്. ഹബീബായ തങ്ങളെ നമ്മുടെ വീട്ടിൽ പിടിച്ചു നിർത്തിയിരുന്ന ആളുകൾ നമ്മുടെ ഉമ്മയായിരുന്നു, ഉപ്പയായിരുന്നു, വല്യമ്മയായിരുന്നു, വല്ലിപ്പയായിരുന്നു. ഇന്ന് നമുക്കതൊക്കെ കുറവാണ്. ഒരു വയസ്സായ ആള് വീട്ടിലുള്ളത് കുറവായി കാണുന്ന സമൂഹമാണ്. മുൻപാണെങ്കിലോ അത് ഇസ്സത്തായി ബറക്കത്തായി കണ്ടിരുന്നു. സ്വലാത്ത് ചൊല്ലാത്തൊരു ഉമ്മ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാത്തൊരു ഉമ്മ ഒരു വീട്ടിലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇപ്പോഴുള്ള തലമുറയുടെ ഉമ്മമാർ അവർക്കൊരിക്കലും ആ പാരമ്പര്യം പഠിപ്പിച്ചില്ല. ഹബീബായ തങ്ങൾ നിസ്കാരമുണ്ട്, റസൂലുള്ളാഹില്ല. മുമ്പ് നിസ്കാരം കുറവായിരുന്നു, അള്ളാന്റെ ഹബീബ് ഉണ്ടായിരുന്നു കൂടെ. ഇന്ന് നിസ്കാരമൊക്കെ ഉണ്ട്, നിസ്കാരത്തിൽ പോലും അല്ലാഹും റസൂലുമില്ല, നിസ്കാരത്തിൽ പോലും അല്ലാഹും റസൂലുമില്ല. ഈ അടുത്തൊരു ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ കേൾക്കാനിടയായി, കള്ള് ഷാപ്പിലേക്ക് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമായ സഹോദരൻ, വേറൊരു സഹോദരൻ കയറി വരികയാണ്. ഒരു മുസ്ലിം വേഷത്തിലാ വരുന്നത്. അയാളെ അടിച്ചിട്ട് തിരിച്ചു പറഞ്ഞേക്കാണ്, ഞാൻ ഇവിടെ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിമാണെന്ന് എന്റെ വേഷം കൊണ്ട് ഒരാൾക്കും അറിയില്ല. പക്ഷെ നീ ഈ വേഷത്തിൽ വന്നിട്ട് ഇസ്ലാമിനെ വഷളാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് മദ്യപിച്ചിരിക്കുന്ന മനുഷ്യൻ ആ കയറി വന്ന മനുഷ്യനെ അടിക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് പാഠമുണ്ട്. ഇയാൾ ചെയ്യുന്നത് നല്ല ജോലിയാണ് എന്നല്ല, പക്ഷേ ഹബീബായ തങ്ങളെ മറന്നില്ല, തെറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സമയം യൂട്ടേൺ അടിച്ച് വരാൻ കഴിയും. ഇന്ന് കഴിയാത്തതെന്താ? എന്തുകൊണ്ടാണ്? ആ ഒരു വിശ്വാസം, ആ ഒരു മഹബത്തും കൽബിലില്ലാതെ അത് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ മനസ്സിന്നൊക്കെ കുടിയിറങ്ങിപ്പോയി. പ്രായമുള്ള ആളുകൾ ഇപ്പൊ ഒരു പള്ളിയിൽ മുൻപൊക്കെ എന്താ അവസ്ഥ? ഇന്ന് ഒരു കാരണവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നാട് നന്നായി. അയാള് നിശബ്ദത പാലിക്കാൻ പറഞ്ഞാ പിന്നെ ചെറുപ്പക്കാരും മിണ്ടൂല. ഇന്നിപ്പോ പള്ളിയിലൊക്കെ ഉള്ള അനുഭവം, വ്യാഴാഴ്ച 4 റക്അത്ത് ളുഹർ, ശനിയാഴ്ചയും 4 റക്അത്ത് ളുഹർ, വെള്ളിയാഴ്ച 2 റക്അത്ത് സംസാരം, 2 റക്അത്ത് സംസാരം. ഈ അടുത്ത് നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ എങ്ങനെയെന്ന് അറിയില്ല, എന്നോടൊരു സുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവം. നിസ്കാരം കഴിഞ്ഞ് ജുമായും കഴിഞ്ഞിട്ട് മയ്യത്ത് നിസ്കാരം തുടങ്ങി അല്ലാഹു അക്ബർ പറയുമ്പോഴാണ് കുറച്ച് കുട്ടികൾ നിന്നിട്ട് ആ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തക്ബീർ കിട്ടുന്നത്. ജുമാ നിസ്കാരത്തിന് വന്നവരാണ്, പക്ഷെ അവർ തക്ബീർ കിട്ടുന്നത്, പ്രിയപ്പെട്ടവരെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് മയ്യത്ത് നിസ്കാരത്തിനാണ്. ഖുത്ബ അവർ കേട്ടിട്ടില്ല, അതുപോലെ തന്നെ നിസ്കാരം അവരറിഞ്ഞിട്ടില്ല. ഉറപ്പല്ലേ? ഈ സാധനമാണ് കയ്യില്. ഈ സാധനം 4 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ബന്ധം ഉണ്ടാവില്ലല്ലോ. ഒരാൾ മണ്ണാർക്കാട്, ഒരാൾ കോഴിക്കോട്, ഒരാൾ പാലക്കാട്, ഒരാൾ കണ്ണൂരായിരിക്കും. ഇരിക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും. ആ വഴിക്കൊരാൾ നടന്നു പോയാൽ പോലും അറിയൂല. നമ്മളാണെങ്കിലും അറിയൂല. പ്രായമായ ആളുകൾക്കുള്ള ബഹുമാനം നഷ്ടപ്പെട്ട സമൂഹത്തിൽ ഈമാനിന്റെ ഇടിവ് സംഭവിച്ചു പോകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ്ക കബീരിനാ. വലിയവരുടെ ഹഖറിയാത്ത, അവരോടുള്ള മര്യാദ അറിയാത്ത, ചെറിയവരെ സ്നേഹിക്കാൻ അറിയാത്ത ഒരു സമൂഹം അവരെന്നിൽപ്പെട്ടവരല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്.
മഹാനായ ബൈനനാം ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു അബൂബക്കർ വഉമർ വഅബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്. ഒരു സദസ്സിൽ സഹാബത്ത് പറയാണ്, റസൂലുള്ളാഹിയുണ്ട്. മഹാനായ റസൂലുള്ളാഹിന്റെ ഹബീബ് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ സ്ഥാനമുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുമുണ്ട്. ആ സമയത്ത് ഇത് ഉത്തിയ ബിഖിദഹിം ഫീഹി ശറാബ്, ഒരു വെള്ളപ്പാത്രം കൊണ്ടുവരപ്പെടുകയാണ്. ഫനാവലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ. ആ പാത്രം മഹാനായ അബൂ ഉബൈദ തങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അൻത ഔലാ ബിഹി. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു അൻത ഔലാ ബിഹി യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഇത് ഞാനല്ല കുടിക്കേണ്ടത്, അങ്ങാണ് കുടിക്കേണ്ടത്. അങ്ങ് കുടിച്ചതിന്റെ ബറക്കത്താണ്, ബാക്കിയാണ് ഞങ്ങൾ കുടിക്കേണ്ടത്. ഹബീബായ തങ്ങൾ പറഞ്ഞു ഖുദ്, പിടിക്കൂ അബൂ ഉബൈദ. ഫഅഖദ അബൂ ഉബൈദത്തുൽ ഖിദഹ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ തോൽപാത്രം എടുത്തു. എന്നിട്ട് ഖാല ഖബല യശ്റബ, കുടിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞു വീണ്ടും ഖുദ് യാ നബി അല്ലാഹ്, ഹബീബായ തങ്ങളെ എനിക്കിതിനെ വല്ലാത്ത വിഷമുണ്ട്, കുടിക്കാൻ കഴിയുന്നില്ല, അങ്ങ് കുടിച്ചാലും. അവർക്ക് ആദരവാണത്, സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ കുടിച്ച് പാത്രം അങ്ങോട്ട് കൊടുക്കും. അതല്ല സഹാബത്ത്, അള്ളാന്റെ ഹബീബിന് വേണ്ടി ജീവിച്ചവരാണ്, ചിന്തിച്ചവരാണ്, ഹബീബിന് വേണ്ടി മരണപ്പെട്ടവരാണ്, അതിന് തയ്യാറായവരാണ്. അതേ വീണ്ടും പറഞ്ഞു നബിയെ അങ്ങ് കുടിക്കണം. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി പറയാണ് ഇശ്റബ് ഫഇന്നൽ ബറകത മഅകാബിരിനാ, നിങ്ങൾ കുടിച്ചോളൂ, ബറക്കത്തുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതരായ ആളുകളോട് കൂടെയാണ്. പ്രായം കൊണ്ട് ഔന്നത്യമുള്ള ആളുകൾ, ഉന്നതിയുള്ള ആളുകളുണ്ട്, പദവി കൊണ്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനേക്കാൾ 13 വയസ്സ് കുറവുള്ള ആളാണ്. പക്ഷേ ലികുല്ലി ഉമ്മത്തിൻ അമീൻ, ഓരോ സമുദായത്തിലും ഓരോ വിശ്വസ്തരുണ്ട്. വഅമീനു ഉമ്മത്തി അബൂ ഉബൈദത ഇബ്നുൽ ജറാഹ്, എന്റെ സമുദായത്തിന്റെ അമീൻ എന്ന് പറയുന്നത് അബൂ ഉബൈദയാണ്. ഉപ്പ വന്നിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞപ്പോ ഉപ്പാന്റെ ശിരസെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കൊണ്ടുകൊടുത്ത ആളാണ് ഈ പറയപ്പെടുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അമീനാണ്, വിശ്വസ്തനാണ്. ആ മഹത്വം ഹബീബായ തങ്ങൾ ലോകത്തിനെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനേക്കാൾ അബൂ ഉബൈദക്ക് മഹത്വമുണ്ട് എന്നല്ല ലോകം, പക്ഷേ അബൂ ഉബൈദയെ മനസ്സിലാക്കണം. ഇങ്ങനെ മഹത്വമുള്ളവർ നമുക്കിടയിൽ ഉണ്ടാകും. ഒന്ന് പ്രായം കൊണ്ട്, അല്ലെങ്കിൽ ഇൽമു കൊണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട്, അങ്ങനെ പല രീതിയിലും അവരെ ആദരിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്. മുത്ത് റസൂലുള്ളാഹി വഫാത്തായപ്പോൾ അവിടുന്ന് പറഞ്ഞു ഖദ് റളീതു ലക്കും അഹദ ഹാദൈൻ ഉമർ ബിനുൽ ഖത്താബ് വഅബൂ ഉബൈദത ബിനുൽ ജറാഹ്. അല്ലയോ മദീനക്കാരെ, മുത്ത് റസൂലുള്ളാഹിക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് 2 ആളുകളെ ഖലീഫമാരാവാൻ നിശ്ചയിക്കുകയാണ്. ഒന്ന് ഖത്താബിന്റെ മകനായ ഉമറാണ്, ഒന്ന് അബൂ ഉബൈദയാണ്. പ്രിയപ്പെട്ടവരെ, ആ അംഗീകാരം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച അംഗീകാരം അതിന് ശേഷമുള്ളവരും വകവെച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മൾ തിരിച്ചു പിടിക്കണം. ഇനി അംഗീകരിക്കപ്പെടുന്നയാൾ മോശപ്പെട്ട ആളാണെങ്കിലും അയാളെ പദവി നമ്മൾ ആദരിക്കണം. ഫിർഔനിന്റെ അടുക്കലേക്ക്, ധിക്കാരിയായ ഫിർഔനിന്റെ അടുക്കലേക്ക് മഹാനായ മൂസ നബിയും ഹാറൂൻ നബിയും പോകുന്ന സമയത്ത് അല്ലാഹു അവരോട് പറഞ്ഞത് ഇദ്ഹബാ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, അക്രമകാരിയായ ഫിർഔന്റെ അടുക്കലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമം പ്രവർത്തിച്ചവനാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവനെ നിങ്ങൾ ഫേസ്ബുക്കിൽ വിമർശിക്കല്ല വേണ്ടത്. അവനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത്
അവനെ നേരിടുന്ന സമയത്ത് മയമുള്ള വർത്തമാനമാണ്, മാന്യതയുടെ വർത്തമാനമാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്നിരിക്കൽ ഉപദേശം സ്വീകരിച്ച് ഹിദായത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ഈ അക്രമത്തിൽ നിന്ന് പിന്മാറും. സൂറത്ത് ത്വാഹ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരോടാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. മുതിർന്ന പൗരന്മാരെ നമ്മൾ ആദരിക്കണം. അത് വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങണം. നമ്മളെ ഉമ്മക്ക് ആദരവ് കൊടുത്ത്, നമ്മളെ ഉപ്പാക്ക് ആദരവ് കൊടുത്ത്, നമ്മുടെ അയൽവാസികൾക്ക് ആദരവ് കൊടുത്ത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആദരവ് ലഭിക്കുന്നത്. അത് നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പല ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. ആ നിലക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹുവേ, കാലം എത്ര മുന്നോട്ട് പോയാലും കാലങ്ങൾക്ക് ഭാരമാവാതെ, കാലത്തിന് ഭാരമാവാതെ, മൂല്യം നഷ്ടപ്പെടാതെ ഈമാനും ഇഖ്ലാസും ഇസ്ലാമും സംരക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ആമീൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله